അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇസ്ലാമിക് സ്പീച്ച് ടിവിയിലേക്ക് സ്വാഗതം. ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകളാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാം കണ്ടു, ആരോഗ്യമുള്ള സത്യവിശ്വാസിയെ ആരോഗ്യമില്ലാത്ത സത്യവിശ്വാസിയേക്കാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. അപ്പോൾ ആരോഗ്യം നിലനിർത്തേണ്ടതിൻ്റെ പ്രാധാന്യം നാം ഇവിടെ മനസ്സിലാക്കി. ഈ ആരോഗ്യം എന്നത് അല്ലാഹുവിൻ്റെ അനുഗ്രഹത്തിൽപ്പെട്ടതാണ് എന്നും നാം തിരിച്ചറിഞ്ഞു. എങ്കിൽ നമുക്കറിയാം, ആരോഗ്യ സംരക്ഷണത്തിൽ പെടുത്തിക്കൊണ്ട് അതോടൊപ്പം തന്നെ പാരത്രിക നന്മ ഉദ്ദേശിച്ചുകൊണ്ട് എല്ലാ വെള്ളിയാഴ്ചയും നാം ചെയ്യുന്ന ഒരു കർമ്മമാണ് നഖം വെട്ടുക എന്നത്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ നഖം വെട്ടൽ പ്രത്യേക സുന്നത്താണ്. ഈ നഖം വെട്ടുക എന്ന സുന്നത്ത് നാം എടുക്കുമ്പോൾ നമുക്ക് ചിന്തിക്കുന്നുണ്ടോ എന്നറിയില്ല, വളരെ ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാണ്. ഈ നഖം വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരല്പം പോലും ചോര പൊടികൾ കറാഹത്താണ്. നഖം വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചോര പൊടികൾ കറാഹത്താണ്, ചെയ്യൽ ഉചിതമല്ലാത്തതാണ്. കാരണം എന്താ? നിന്റെ ശരീരം നിന്റെ സ്വന്തമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അമാനത്താക്കിയ ഒന്നാണ് നമ്മുടെ ശരീരം. അല്ലാഹു വിശ്വസിച്ചേൽപ്പിച്ച സ്വത്താണ്. എപ്പോഴാണോ തിരിച്ചു ചോദിക്കുന്നത് അതപ്പോൾ തിരിച്ചു കൊടുക്കാൻ നാം ഓരോരുത്തരും ബാധ്യസ്ഥരുമാണ്. ആ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. അമാനത്ത് എന്നാൽ എന്താണ്? വളരെ ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു പോയിന്റാണ്. ഒരാൾക്ക് നാം 1000 രൂപ കൊടുക്കുകയാണ്, എന്നിട്ട് ഞാൻ തിരിച്ചു വരുമ്പോൾ അതെനിക്ക് നീ തിരിച്ചു നൽകണം എന്ന കണ്ടീഷനിൽ 1000 രൂപ ഏൽപ്പിച്ചിട്ട് നാം പോകുന്നു. തിരിച്ചു വന്നിട്ട് ആ പൈസ ചോദിക്കുമ്പോൾ അയാൾ ആ പണം 2 പീസാക്കി കീറി നമ്മുടെ കയ്യിലേക്ക് നൽകി കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം ആ വ്യക്തിയോട് ദേഷ്യമുണ്ടാകും? താൻ അമാനത്താക്കി ഏൽപ്പിച്ച, വിശ്വസിച്ചേൽപ്പിച്ച ആ സ്വത്ത് നശിപ്പിച്ചു തന്നു എന്ന അർത്ഥത്തിൽ നാം ആ വ്യക്തിയോട് കയർക്കുകയും ഒരുപക്ഷെ വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുമെങ്കിൽ, റബ്ബ് സുബ്ഹാനഹു വ തആല അമാനത്താക്കിയ ഒന്നാണ് നമ്മുടെ ശരീരം. ഈ ശരീരം നമ്മുടെ സ്വന്തമല്ല. ഇതിൽ മുറിവേൽപ്പിക്കാൻ എത്രത്തോളം എന്നാൽ ഒരു സുന്നത്ത് എടുക്കുമ്പോൾ പോലും അതിൽ മുറിവേൽപ്പിക്കാൻ നമുക്ക് അവകാശമില്ല. എങ്കിൽ വിഷമം വരുമ്പോൾ തല ഭിത്തിയിലിടിച്ച് കരയുന്ന സഹോദരിമാരും, വല്ലാത്ത ദേഷ്യവും വിഷമവും ഒക്കെ വരുമ്പോൾ നെഞ്ചത്തടിച്ച് കരയുന്ന ആളുകളുമൊക്കെ ഒന്ന് ചിന്തിക്കണം, ഈ ശരീരത്തെ പീഡിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല കേട്ടോ. വലിയ ഗൗരവമാണ് വിഷയം. അങ്ങനെ ചിന്തിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരൊന്ന് കാണണം, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന സംഭവം വളരെ സുന്ദരമായി റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് നൽകിയിരിക്കുന്ന മനോഹരങ്ങളായ 2 ശ്വാസകോശങ്ങളും ഒരു ഹൃദയവുമാണത്. നല്ല ചുവപ്പ് കലർന്ന വെള്ള നിറത്തിൽ മനോഹരമായ 2 ശ്വാസകോശവും ഹൃദയവും നിങ്ങൾക്കിവിടെ കാണാം. ഈ കാണപ്പെടുന്ന അവയവം ഇത് അല്ലാഹു നമുക്ക് ഈ ലോകത്തേക്ക് നമ്മെ പടച്ചയക്കുമ്പോൾ നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൽപ്പെട്ട ഒന്നാണ്. നാം ഈ ലോകത്തു നിന്നും തിരിച്ചു പോകുമ്പോഴോ മരണപ്പെട്ടു പോകുമ്പോഴോ നമ്മൾ എങ്ങനെയാണ് തിരിച്ചു പോകുന്നത്? അപ്പോൾ നമ്മുടെ ശ്വാസകോശത്തിന്റെ അവസ്ഥ എന്താണ്? തൊട്ടപ്പുറത്ത് കാണുന്ന ചിത്രം അത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എൻ്റെ സഹോദരങ്ങൾക്കൊന്ന് കണ്ടാൽ മനസ്സിലാകും. ഒന്ന് നാം വന്ന രീതി, മറ്റത് തിരിച്ചു പോകുന്ന രീതി. തിരിച്ചു പോകുമ്പോൾ ആ അവസ്ഥയിലേക്ക് നമ്മുടെ ശ്വാസകോശം വരാനുള്ള കാരണം നമ്മുടെ പ്രവർത്തനമാണെങ്കിൽ നിർബന്ധമായും ആ അമാനത്താക്കിയ ശരീരത്തെ, വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ട ശരീരത്തെ സംരക്ഷിച്ചില്ല എന്ന കാരണത്തിന് നിർബന്ധമായും അല്ലാഹുവിനോട് നാം മറുപടി പറയേണ്ടി വരും. ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും. ഈ കാണുന്നത് മറ്റൊന്നുമല്ല, പുകവലിയുടെ സൈഡ് എഫക്റ്റ് ആണ്. പുകവലിക്കുന്ന ഒരു മനുഷ്യന്റെ ശ്വാസകോശമാണ് നിങ്ങൾ തൊട്ടപ്പുറത്ത് കാണുന്നത്. പുകവലി തുടങ്ങുന്നതിന് മുൻപ് ഈ ലോകത്തേക്ക് നമ്മെ പടച്ചയച്ച റബ്ബ് സുന്ദരമായ ശ്വാസകോശമായിരുന്നു നമുക്ക് നൽകിയിരുന്നത്. ഉത്തരം പറയേണ്ടി വരില്ലേ? വലിയ ഗൗരവമല്ലേ? പുകവലിയുടെ സൈഡ് എഫക്റ്റുകൾ വളരെ വ്യക്തമായ ശാസ്ത്രീയമായ അടിത്തറകളിലൂടെ നമുക്ക് സംസാരിക്കേണ്ടതുണ്ട്. ആത്മീയമായ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി കരഗതമാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മുഅ്മിൻ എന്ന പദമാണ് ഹദീസിൽ ഉപയോഗിച്ചത്. സത്യവിശ്വാസി എന്ന പദം തന്നെയാണ് ഹദീസിൽ ഉപയോഗിച്ചത്. അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹ് മിനൽ മുഅ്മിനുൽ ളഈഫ്. ദുർബലനായ സത്യവിശ്വാസിയേക്കാൾ ആരോഗ്യമുള്ള സത്യവിശ്വാസിയെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. ആ ആരോഗ്യം നശിപ്പിച്ചത് നമ്മുടെ ജീവിത ശൈലി കൊണ്ടായതിനാൽ അല്ലാഹുവിന്റെ ചോദ്യത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടി വരും എന്നതാണ് അതിന്റെ ആത്മീയ വശം. അതോടൊപ്പം ഭൗതിക വശത്തെ പറ്റി നാം ഒന്ന് ചിന്തിക്കണം. പുകവലി കൊണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട്? ഒരുവന്റെ ശ്വാസകോശത്തിന്റെ ഇലാസ്റ്റിസിറ്റി അഥവാ ഇലാസ്റ്റികത നഷ്ടപ്പെടുന്നു. ശ്വാസം എടുക്കുമ്പോൾ അതിനനുസരിച്ച് വികസിക്കാൻ പറ്റുന്നില്ല. ആരോഗ്യമുള്ള ഒരു വ്യക്തി ഒരു മിനിറ്റിൽ 14 മുതൽ 18 തവണ ശ്വാസം എടുക്കും. 14 മുതൽ 18 തവണയുള്ള ശ്വാസം എടുക്കൽ കൊണ്ട് ഒരു മിനിറ്റിന് വേണ്ട പ്രാണവായു അവന്റെ ശരീരത്തിൽ, അതിന്റെ രക്തത്തിൽ, കോശങ്ങളിലേക്ക് എത്തുന്നുണ്ട്. അതേസമയം പുകവലി ശീലമാക്കിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ശ്വാസകോശത്തിന്റെ ഇലാസ്റ്റികത അഥവാ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുകയും ആവശ്യത്തിന് പ്രാണവായു കിട്ടുകയും ചെയ്യുന്നില്ല. അപ്പോൾ ഒരു മിനിറ്റിൽ 14 മുതൽ 18 വരെ എന്നിടത്ത് അതിലേറെ തവണ ശ്വാസം എടുത്താലാണ് ഒരു മിനിറ്റിന് ആവശ്യമായ പ്രാണവായു അവന് കിട്ടുകയുള്ളൂ. അഥവാ കിതപ്പിന്റെ, ശ്വാസം എടുക്കലിന്റെ എണ്ണം കൂടും. അതുകൊണ്ടൊക്കെ പണ്ട് കാരണവന്മാർ പറയാറുണ്ട്, ചെറിയ പ്രായത്തിലൊക്കെ കാശ് കൊടുത്ത് വലിച്ചാൽ പ്രായമാകുമ്പോൾ കാശ് കൊടുക്കാതെ വലിക്കാം. വളരെ സുന്ദരമായ ഉദാഹരണമായി കൊണ്ട് നാം ഇത് കണ്ടാൽ
പ്രായമായി മെഡിക്കൽ കോളേജിൻ്റെ ബെഡിൽ കിടന്ന് മേപ്പോട്ട് നോക്കിക്കൊണ്ടുള്ള വലി ഒഴിവാക്കണമെങ്കിൽ ചെറിയ പ്രായത്തിലുള്ള കാശ് കൊടുത്തുള്ള വലി നാം നിർത്തണം. രണ്ടർത്ഥത്തിൽ: ഒന്ന് ഭൗതികപരമായ ശരീരത്തിന് ദോഷമാണ്, രണ്ട് ആത്മീയപരമായി അള്ളാഹുവിൻ്റെ ആരോഗ്യ സംബന്ധമായ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരും എന്നുള്ള വിഷയം കൂടി നാം ഈ വിഷയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും ഈ ഒരു ദുശ്ശീലം നമ്മുടെ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കും എന്ന നിർബന്ധ ബുദ്ധിയിൽ തീരുമാനങ്ങൾ എടുക്കുകയും വേണം എന്നീ തരുണത്തിൽ നസീഹത്താക്കുകയാണ്. പുകവലിയുടെ സൈഡ് എഫക്റ്റും ആരോഗ്യ സംരക്ഷണത്തെ പറ്റിയും എൻ്റെ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായി കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിശദാംശങ്ങളുമായി ഇതേ വിഷയത്തിൻ്റെ ബാക്കി ഭാഗവുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Stay in tune with us and watch Islamic Speech TV.